ഒരു വർഷത്തിൽ 3 സൗജന്യ പാചകവാതക സിലിണ്ടറുകൾ, അതും 1.30 കോടി കുടുംബങ്ങൾക്ക്. തമിഴ്നാട്ടിൽ അധികാരത്തിലെത്തിയതിന് പിന്നാലെ സി ജോസഫ് വിജയ് സർക്കാർ പ്രഖ്യാപിച്ച അന്നപൂർണി സൂപ്പർ 6 പദ്ധതി സംസ്ഥാന രാഷ്ട്രീയത്തിലും ജനക്ഷേമ രംഗത്തും വലിയ ചർച്ചകൾക്ക് വഴി തുറന്നിരിക്കുകയാണ്. ഗ്യാസ് വിലക്കയറ്റത്തിന്റെയും ക്ഷാമത്തിന്റെയും പശ്ചാത്തലത്തിൽ സാധാരണ കുടുംബങ്ങൾക്ക് നേരിട്ട് സാമ്പത്തിക ആശ്വാസം നൽകാൻ ലക്ഷ്യമിടുന്ന ഈ പദ്ധതിയുടെ പിന്നിലെ പ്രധാന പ്രഖ്യാപനങ്ങളും ആർക്കെല്ലാം ഇതിന്റെ പ്രയോജനം ലഭിക്കുമെന്നതും ശ്രദ്ധേയമാണ്. സൗജന്യ സിലിണ്ടർ പദ്ധതിക്ക് പുറമെ മറ്റ് സുപ്രധാന പ്രഖ്യാപനങ്ങളും മുഖ്യമന്ത്രി നടത്തി. സ്ത്രീകൾക്കായി നിലവിലുള്ള വെട്രി പയണത്തിട്ടം പദ്ധതിയുടെ ഭാഗമായി ഇനി മുതൽ എക്സ്പ്രസ്, LSS, ഡിലക്സ് ബസ്സുകളിലും യാത്ര സൗജന്യമായിരിക്കും. ഈ പദ്ധതി അന്തർജില്ലാ ബസ് സർവീസുകളിലേക്കും വ്യാപിപ്പിച്ചിട്ടുണ്ട്. ഇതിനോടൊപ്പം ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്കും സൗജന്യ ബസ് യാത്ര അനുവദിക്കുമെന്നും ഗാന്ധിജയന്തി ദിനമായ ഒക്ടോബർ 2-ന് ഈ പദ്ധതികൾ ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്യുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഇതിനിടയിൽ ഏറ്റവും ശ്രദ്ധേയമായ മറ്റൊരു പ്രഖ്യാപനം ചെന്നൈ പരന്തൂർ 2ാമത്തെ വിമാനത്താവള പദ്ധതി ഉപേക്ഷിച്ചുകൊണ്ടുള്ളതാണ്. മുൻ സ്റ്റാലിൻ സർക്കാർ ചെന്നൈയിൽ നിന്ന് 60 കിലോമീറ്റർ അകലെ പരന്തൂരിൽ പ്രഖ്യാപിച്ച ഈ പദ്ധതിക്കെതിരെ വലിയ തോതിലുള്ള ജനകീയ പ്രതിഷേധങ്ങൾ നിലനിന്നിരുന്നു. കർഷകരുടെ താൽപര്യങ്ങൾ സംരക്ഷിക്കാനും ജനങ്ങളെ കുടിയൊഴിപ്പിക്കുന്നത് ഒഴിവാക്കാനുമാണ് ഈ തീരുമാനം. ജനങ്ങൾക്ക് എതിർപ്പില്ലാത്തതും കൃഷിഭൂമി നഷ്ടപ്പെടാത്തതുമായ മറ്റൊരിടത്ത് വിദഗ്ധ സംഘത്തിന്റെ പരിശോധനയോടെ പുതിയ വിമാനത്താവളം സ്ഥാപിക്കുമെന്നും പകരം ചെന്നൈ വിമാനത്താവളത്തിൽ പുതിയ ടെർമിനൽ നിർമ്മിക്കുമെന്നും വിജയ് കൂട്ടിച്ചേർത്തു.